MSC കപ്പൽ അപകടം ആരും മറന്നു കാണില്ല. ആ അപകടത്തിൽ വിഴിഞ്ഞത്തുള്ള MSC പലേർമോ എന്ന കപ്പൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഒരു നിർണായക ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് 4 വള്ളമുടമകൾ നൽകിയ അഡ്മിറാൽറ്റി സ്യൂട്ടിലാണ് കോടതിയുടെ ഈ നടപടി. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, കപ്പൽ കമ്പനിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ പൽമേറോ ഈ കപ്പൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പോൾ MSCയുടെ പലേർമോ എന്ന കപ്പൽ വിഴിഞ്ഞത്താണുള്ളത്. ആ കപ്പൽ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. ആ കപ്പൽ വിടരുത് എന്ന വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അതിലേക്ക് നയിച്ചത് മത്സ്യത്തൊഴിലാളികൾ നൽകിയ ഹർജിയാണ്. അതായത് വള്ള ഉടമകളാണ് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് വന്നത്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ 4 വള്ള ഉടമകളാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തിയത്. അതിനവർ ദൃശ്യങ്ങളടക്കം കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളെല്ലാം വാർത്ത ചെയ്തതാണ്. ആലപ്പുഴ തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളുടെ വലകൾ വ്യാപകമായി മുറിഞ്ഞ് നശിഞ്ഞു പോവുകയാണ്. ഈ കപ്പൽ അപകടത്തെ തുടർന്ന് ഒഴുകി നടക്കുന്ന മാലിന്യങ്ങളും മറ്റ് വസ്തുക്കളും ഈ വലയിൽ കുരുങ്ങിയാണ് ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പല വള്ള ഉടമകൾക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ 4 വള്ള ഉടമകൾ വ്യത്യസ്ത ഹർജിയിലൂടെ ഏതാണ്ട് 2.5 കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. ആ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കപ്പൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാരും MSC കമ്പനിക്കെതിരെ അഡ്മിറാൽറ്റി സൂട്ട് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ആ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട 10,000 കോടിയോളം രൂപ വരുന്ന നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് മർക്കന്റൈൽ ഷിപ്പിംഗ് കമ്പനി സ്വീകരിച്ചത്. ഈ കേസിൽ ഇനി തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുകയാണ്.